വെൽക്കം ടു ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് പഠനയാത്രാ ചിന്തകൾ. നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എയ്ഫ്രൈറ്റ്സിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരോട് സംസാരിക്കുമ്പോൾ ഇപ്രാവശ്യം JRFന് ഏറ്റവും കിട്ടിയ എയ്ഫ്രൈറ്റ്സിനോട് സംസാരിക്കുമ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ പഠനത്തിൽ എങ്ങനെയൊക്കെയാണ് പുതിയ പുതിയ ഇൻസൈറ്റുകൾ കിട്ടിയിട്ടുള്ളത്, എങ്ങനെയാണ് അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്, ആ ഇൻസൈറ്റുകൾ ഇനി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പഠനയാത്രാ ചിന്തകൾ എന്നുള്ള സെറ്റ് ഓഫ് ഇൻസൈറ്റുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇൻസൈറ്റ് ഈസ് ഓൾ അബൌട്ട് ഐ വിൽ സേ ഡിവൈൻ റിസർവേഷൻ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, മുമ്പ് ഒരു പോഡ്കാസ്റ്റിലൊക്കെ എയ്ഫ്രൈറ്റ്സിനോടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് യൂട്യൂബ് വീഡിയോയിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് ഭയങ്കരമായിട്ട് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് JRF ഒക്കെ കിട്ടിയ ആളുകൾക്ക്, അതായത് പലപ്പോഴും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഡിഫറെൻറ്റ് കണ്ടീഷനിലുള്ള ആളുകളുണ്ടാവും. അതായത് അമ്മമാരുണ്ടാവും, PG പഠിക്കുന്ന ആളുകളുണ്ടാവും, ഓക്കെ, ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ആളുകൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അമ്മമാരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് ചിലപ്പോൾ കമ്പയർ ചെയ്യും. അവർ ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് മക്കളെ നോക്കേണ്ടതുണ്ട്, വേറെ ഒരുപാട് ഡ്യൂട്ടികളുണ്ട്, നമുക്ക് അതുപോലെ പഠിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ലെങ്കിൽ പല ആളുകളുണ്ടാവും PG കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ റിപ്പീറ്റിംഗ് ഒക്കെ പോലെ ഒരു വർഷം കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്ത് നെറ്റിന് പഠിക്കുന്നത്. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആലോചിക്കുക, അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, അവർക്കൊക്കെ സമയമുണ്ട്, നമുക്ക് വളരെ കുറച്ച് സമയമാണല്ലോ ഉള്ളത്, നമ്മൾ പഠിച്ച നെറ്റ് കിട്ടുമോ, പ്രത്യേകിച്ച് JRF ഒരിക്കലും കിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് UGC നെറ്റിൽ ഇതിൻ്റെ ഒരു ട്രെയിനിങ് ആസ്പെക്റ്റുകളിൽ ഒരുപാട് 2000-ലധികം നെറ്റ് വിജയികളൊക്കെ സൃഷ്ടിച്ചതിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എല്ലാ എക്സാമിനും എല്ലാ കാറ്റഗറി ഓഫ് ആളുകളും വിജയിക്കാറുണ്ട്. അതായത് എല്ലാ എക്സാമിനും JRF കിട്ടിയിട്ടുള്ള അമ്മമാരുണ്ടാവാറുണ്ട്, എല്ലാ എക്സാമിനും നെറ്റ് കിട്ടിയിട്ടുള്ള അമ്മമാരുണ്ടാവാറുണ്ട്, എല്ലാ എക്സാമിനും JRF കിട്ടിയിട്ടുള്ള ബേസിക്കലി വാട്ട് വി കൻ സേ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ എക്സാമിനും ഇങ്ങനെയുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇറ്റ് സീംസ് ദർ ഈസ് സം സോർട്ട് ഓഫ് ഡിവൈൻ റിസർവേഷൻ. എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും എന്താ പറയുക, ഒരു റിസൾട്ട് ഉണ്ടാവാനുള്ള ഒരു ദൈവികമായ അല്ലെങ്കിൽ പ്രകൃതിപരമായ അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് ഒരു പ്രോബബിലിറ്റി എപ്പോഴും നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ സയൻസിലേക്കോ അതിൻ്റെ വാലിഡിറ്റി എന്നുള്ളതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്, അമ്മമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. നിങ്ങളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. നിങ്ങളൊരിക്കലും PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെയോ, ഇനിയിപ്പോൾ ബ്രേക്ക് എടുത്ത് 5 കൊല്ലത്തെ ബ്രേക്കിന് ശേഷം പഠിക്കുന്ന ഒരാളാണെങ്കിൽ ബ്രേക്ക് എടുത്ത് പഠിക്കുന്നവരിൽ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങളൊരു അമ്മയാവട്ടെ, ഡിഗ്രി PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാവട്ടെ, ജോലി ചെയ്യുന്ന ആളാവട്ടെ, ബ്രേക്ക് എടുത്ത ആളാവട്ടെ, പാരൻ്റ് ആവട്ടെ, നിങ്ങളെ കാറ്റഗറിയിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് JRF കിട്ടും. അങ്ങനെ JRF കിട്ടിയിട്ടുള്ള ചെറിയ കുട്ടികളുമായിട്ട് JRF കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്, ജോലി ചെയ്ത് JRF കിട്ടിയിട്ടുള്ള ആളുകൾ, PG ചെയ്ത് JRF കിട്ടിയിട്ടുള്ള, ബ്രേക്ക് എടുത്ത് JRF കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മറ്റുള്ളൊരു കാറ്റഗറി, നിങ്ങളുടെ സിറ്റുവേഷനിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരാളുമായിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ കാറ്റഗറിയിലെ ആളുമായിട്ട് മാത്രം, അല്ലെങ്കിൽ കമ്പാരിസൻ്റെ ആവശ്യമില്ല, പക്ഷേ ആ ഒരു കാറ്റഗറി ഓഫ് ആളുകളിൽ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുള്ളത് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് കാറ്റഗറി ആവട്ടെ, ഏത് സിറ്റുവേഷൻ ആവട്ടെ, നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരോടും സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ.